ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാമല്ലേ. അപ്പോൾ ഇത് ബാംഗ്ലൂരിലെ ദൊണ്ണ ബിരിയാണി എന്ന് പറയും. ഇവിടുത്തെ ഒരു ഫേമസ് ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഗ്ലാസ് ബാംഗ്ലൂർ കിട്ടുന്ന സോനാ മസൂരി അരിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും ഒരേ വേവാണ്, കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ രണ്ടരിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ജീരകശാല അരി മാത്രം എടുത്താൽ മതി, അതിനാണല്ലോ നല്ല സ്മെല്ലുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് കുറച്ച് കുറവായതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അപ്പോൾ ഇത് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിടാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമാണ് 10 മിനിറ്റ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇത്രയും വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ്. ഇത് നമ്മുടെ നാട്ടിലെ പച്ചമുളകാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ടും വേറെ വേറെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട സാധനം പുതിനയിലയും മല്ലിയിലയാണ്. പുതിനയില എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി മല്ലിയില എടുക്കണം. അതാണിപ്പോൾ ഒരു കണക്ക്. ഒരു പിടി പുതിനയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ 2 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 10 മിനിറ്റ് കുതിർത്തിയിട്ട അരി ഞാനിതാ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അടിച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഒരു 1/2 കഷ്ണം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിതാ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ച പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ചതച്ച് എടുക്കണേ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇലകളും കൂടെ ഇട്ട് കൊടുക്കാണ്ട് നമ്മുടെ മല്ലിയില എടുത്ത് വെച്ചത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ബാക്കിയുള്ള ഇലകൾ കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കുക ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുക്കർ എടുത്തു. കുക്കറിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ തന്നെ ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഉള്ളി ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നമ്മൾ ബിരിയാണിക്ക് വഴറ്റിയെടുക്കുന്ന പോലെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ നമുക്കിതൊന്ന് ഇളക്കിയിടാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരുപാട് നേരം വേണ്ട, ജസ്റ്റ് ഒന്ന് അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം.
ഞാൻ 2 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച നമ്മൾ അരച്ച് വെച്ച നമ്മുടെ മസാലയില്ലേ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മസാല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 പൊടികളേ ഉള്ളൂ. ഒന്ന് ഗരം മസാലയും അതുപോലെ തന്നെ കോറിയാൻഡർ പൗഡറും. അപ്പോൾ 2 ടീസ്പൂൺ കോറിയാൻഡർ പൗഡറും 2 ടീസ്പൂൺ ഗരം മസാലയും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് അടിച്ച് വെച്ച തക്കാളി, നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, ആ തക്കാളി മിക്സിയിൽ നല്ലപോലെ ജ്യൂസാക്കി എടുക്കാം. ആ ജ്യൂസും അതുപോലെ തന്നെ കേടും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണീൻ്റെ മസാല നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊക്കെ കണ്ടില്ലേ, അപ്പോൾ ഇതിനനുസരിച്ച് വേണം നമ്മളിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് അരി ഇട്ടിട്ട് ഈ മസാലയിൽ ഒന്നിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. ആ 2 ഗ്ലാസ് അരി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ആ ചിക്കനിൽ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ്സിന് അരിക്ക് 4 ഗ്ലാസ്സിന് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ആ ചിക്കനിൽ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഇനി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ചോറ് ഓവറായിട്ട് കുക്കായി പോകും. അപ്പോൾ അത് കാരണം ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് വെച്ചാൽ ഏത് അരിയുടെ വേവിനനുസരിച്ച് വെള്ളം എടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആ ചിക്കനിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഉപ്പ് കറക്റ്റ് ആക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക്
ഒരു സംഭവം കൂടെ ആഡ് ചെയ്യാണ്ട്. മെയിനായിട്ട് ഈ ബിരിയാണീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതാണ് നമുക്ക് ഈ ഒരു ദൊണ്ണ ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ തരുന്ന അതാണ്. ഒന്നുമല്ല, നമ്മുടെ കസൂരി മേത്തിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഉപ്പ് നോക്കി കസൂരി മേത്തി ആഡ് ചെയ്തു. ഇനി നമ്മുടെ ബിരിയാണി നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ അടിക്കുന്നത്, ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒരു വിസിൽ അടിക്കുന്നത്. അതോടെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം അതിന് ശേഷം. അപ്പോൾ കണ്ടു നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി എന്നുള്ളത്. തൈര് ഒഴിച്ചില്ലേ? അതെന്താ കഴിക്കണ പറയും.